കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. ഞാൻ വീഡിയോ എടുത്തിട്ടിപ്പോൾ കുറേ ആയി ഇട്ടിട്ട്. ഇന്ന് ഞാനില്ലേ ഒരു പുതിയൊരു വീഡിയോ ഇടാൻ പോകുന്നു കേട്ടോ. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ വളങ്ങളൊക്കെ കമ്പോസ്റ്റ് എങ്ങനെ ആക്കാമെന്നുള്ള ഒരു പാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബക്കറ്റുകൾ. ഇതെനിക്ക് കിട്ടിയിട്ടിപ്പോൾ ഒരു 2-3 മാസമായിട്ടോ, 4 മാസമൊക്കെ ആയിട്ടുണ്ടാവും എനിക്ക് കിട്ടിയിട്ട്. പഞ്ചായത്തിൽ നിന്ന് 150 രൂപ കൊടുത്താൽ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇതിൽ നമ്മളെ പച്ചക്കറി വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ നമ്മളത് കമ്പോസ്റ്റ് ആക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കിട്ടി, ഇതിൻ്റെ ഒരു ഐഡിയ ഒന്നും അറിയണ്ടായില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ, ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനത്തെ പാത്രത്തിൽ ഇട്ട് ഞാനൊരു 2 ആഴ്ചത്തൊക്കെ വേസ്റ്റ് ഞാൻ ഇട്ടു. പക്ഷെ അത് ഇതേപോലെ ഞാൻ മൂടി വെച്ചപ്പോൾ നിറയെ പുഴു വന്ന് എനിക്കാകെ ദേഷ്യം പിടിച്ചു. ഞാൻ അതൊക്കെ കുട്ടിക്കളഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു. എനിക്കറിയണ്ടായില്ല എന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ ഇതൊക്കെ നോക്കി പഠിച്ചതിൻ്റെ ശേഷം ഞാൻ 2 മാസത്തെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, പിന്നെ വെജിറ്റബിളിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ, ഭക്ഷണത്തിൻ്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് ശേഖരിച്ചിട്ടൊക്കെ ഞാൻ 2 മാസത്തോളം ഞാൻ ഇങ്ങനത്തെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് നോക്കി സക്സസ് ആയി എന്നുണ്ടായിട്ടാണ് ഞാൻ അത് എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 2 മാസമായിട്ടുള്ള ഒരു ബക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രാണിയോ ഈച്ചയോ പുഴുവോ പിന്നെ ഒരു സ്മെല്ലോ ഒന്നുമില്ല. ഞാനിത് വെച്ചെടുക്കണ എൻ്റെ വർക്ക് ഏരിയയിലാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു സ്മെല്ലോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ശരിയായതിന് ശേഷം ഞാൻ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ 2 മാസം ഇട്ട് വെച്ച വേസ്റ്റ് ബക്കറ്റാണ് ഇത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇത് കണ്ടോ, ഇത് ഇപ്പോൾ പുഴു ഒന്നുമില്ല. 2 മാസമായി ഇത് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിൽ ഞാൻ മുട്ടത്തോടും പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇട്ടിട്ട് ഇതാക്കുക. ഇതിലൊരു പുഴു ഒന്നുമില്ല. ഇതിപ്പോൾ 2 മാസമായ എൻ്റെ പച്ചക്കറി, പിന്നെ ഫുഡ് വേസ്റ്റ് നമുക്ക് അങ്ങനെയൊന്നും ഇടാറില്ല. എന്തെങ്കിലും കാക്കും കിളിയൊക്കെ തിന്നുന്നത് അവർക്ക് കൊടുക്കും, അല്ലാത്തതൊക്കെ ഇതിലിടും കേട്ടോ. അപ്പം അങ്ങനെ ഇട്ട് പിന്നെ ആക്കി വെച്ച എൻ്റെ കമ്പോസ്റ്റാണ്. ഇതൊരു സ്മെല്ലില്ല. എൻ്റെ കുട്ടികളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. കണ്ടില്ലേ? അപ്പോൾ ഇത് 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഇത് നിറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ച ബക്കറ്റാണ് ഇത്. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കുക. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഞാൻ പിന്നെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിലിപ്പോൾ ഞാൻ ഇട്ട് വെച്ച വേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഈ ഇങ്ങനെ പ്ലാസ്റ്റിക്കുകളോ കടലാസോ ഒന്നും ഇട്ടരുത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇന്നലെ ഇട്ട വേസ്റ്റാട്ടോ എനിക്ക് കാണിച്ചാൽ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതാ ഇട്ടുണ്ട്. ഇതിൽ യാതൊരു മണമൊന്നുമില്ല. ഇതിപ്പോൾ 2 പൈനാപ്പിൾ കിടന്ന് ഞാൻ ഇതിലിട്ടതാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഒരു ലേശം വേസ്റ്റിനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ മുട്ടത്തോടുണ്ട്. അതൊന്നിങ്ങനെ പൊടിച്ചിടുക. കയ്യിട്ട് ഇങ്ങനെ പൊടിച്ചിടുക. അല്ല ഇങ്ങനെ പൊടിച്ച് കണ്ടിടുക. പിന്നെ നമ്മുടെ ഈ വേസ്റ്റില്ലേ, ഈ വേസ്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായാലാണ് നമുക്ക് പുഴയൊക്കെ വന്ന് കഴുകിയിരിക്കുക. കഴിയുന്നത് നല്ല ഡ്രൈ ആക്കിയിട്ട് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത് തന്നെ. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇടാൻ പോകുന്ന സാധനം ഇതാണ്. കാണിച്ചത് ഇത് ഇനാക്കുലം എന്ന് പറയും. കണ്ടോ, ഇനാക്കുലാണ്. ഇത് നമുക്ക് ഈ ബക്കറ്റ് കിട്ടുന്നതിൻ്റെ കൂടെ പഞ്ചായത്തിൽ നിന്ന് തന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ 2 ദിവസമൊക്കെ നമ്മൾ വേസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് ആ 2 ദിവസം ആകുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുക്കുക. ഇതാ കണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കുക.
2 ദിവസമൊക്കെ ആകുമ്പോഴേ അത്ര വേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ചെറിയ കുടുംബമല്ലേ, അത്ര ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക, കണ്ട, അങ്ങനെ ഇട്ട് കൊടുക്കുക, ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ടിത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് ഇനി നമ്മൾ നാളെ മറ്റന്നൊക്കെ വേസ്റ്റ് ആകുമ്പോഴേക്കും ഇത് ഇതിൽ കിടന്ന് ഇങ്ങനെ ശരിയായി കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഇതാ ഈ മൂടി വെച്ച് ഇതാ ഇങ്ങനെ മൂടി വെക്കുക. യാതൊരു സ്മെല്ലോ പിന്നെ പുഴോ ഒന്നും വരില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ വെള്ളത്തോടെ തന്നെ ഇതിൽ ഒഴിക്കരുത്. പിന്നെ എന്താണ് കഴിയുന്നതും ഈ നമ്മൾ വേസ്റ്റുകളൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടിടാൻ നോക്കുക, വെള്ളമാകരുത്. പിന്നെ വേറൊരു കാര്യം, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണതിൻ്റെ മീതെ ഇതാ ഇങ്ങനെ ഒരു ബോക്സ് കൂടി വരും, വയ്ക്കുക. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഇടുക, അടച്ചു വെക്കുക. അപ്പോൾ ആദ്യത്തെ നമുക്ക് പൊടിയായി കഴിഞ്ഞാൽ വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയിട്ട് ചാക്കിലാക്കി വെച്ചാൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി നമ്മൾ ഇതൊക്കെ ഇട്ട് വെച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ ചോട്ടിലൊരു പാത്രം ഉണ്ട്, കണ്ടോ, ഇതാ ഈ പാത്രം. ഇങ്ങനെ ഒരു പാത്രം വരും, ഈ പാത്രം. ഇത് നമ്മൾ ഈ ഇട്ട് വെച്ച വേസ്റ്റിൻ്റെ ഒക്കെ ലിക്വിഡാണ്. ഈ വെള്ളം ഇതൊരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, ഒരു സ്മെല്ലും ഇല്ല. ഇതിങ്ങനെ എടുക്കുക, കുറേ ദിവസം കൂടുമ്പോൾ ഇതൊന്ന് എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തേക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ വേസ്റ്റ് വെള്ളം. ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് നോക്കുക, എന്നിട്ട് ഇതേപോലെ തിരിച്ച് വെക്കുക. ഇങ്ങനെ വെക്കുക. അപ്പം ഇതിൽ പിന്നെ ഇരട്ടി വെള്ളം, ഇതിൻ്റെ ഇരട്ടി വെള്ളം നോക്കണം. ഇത് നല്ലൊരു വെള്ളം കേട്ടോ, നമ്മുടെ ചെടിക്കൊക്കെ കൊടുക്കാൻ, സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല വെള്ളമാണ്. ഇതിങ്ങനെ തന്നെ കൊണ്ടുപോയി ചെടിയുടെ കടക്കൊന്നും ഒഴിക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ ചീഞ്ഞ് പോകും. ഇതിൽ തോനെ വെള്ളം ഒഴിച്ചിട്ട് ലിക്വിഡ് ഇത്തിരി കൂട്ടിയിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചെടുത്തത് നല്ലൊരു വെള്ളമാണ്. അപ്പോൾ അത് ഉപ്പിലാക്കി എടുത്ത് വെക്കാം, നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു വെള്ളമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചില്ല, നമ്മളെ ചെറിയ കുടുംബമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ വേസ്റ്റുകളൊന്നും വലിച്ചെറിയാതെ ഇങ്ങനെ ഇതിലിട്ട് വെച്ചാൽ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാവും. ഒരു കച്ചറ ഉണ്ടാവില്ല. വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് ഇടാൻ നോക്കുക. ഒരു വേസ്റ്റോ ഒരു സ്മെല്ലോ പുഴോ ഒന്നുമില്ലാതെ ഞാൻ ചെയ്ത് സക്സസ് ആയതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ചെയ്തിട്ട് എനിക്കൊരു അക്കടി പറ്റി പുഴയൊക്കെ വന്ന് ഞാനിക്ക് ദേഷ്യം പിടിച്ചൊക്കെ കൊട്ടിക്കളഞ്ഞു. രണ്ടാമട്ടാണ് ഞാൻ ചെയ്ത്, കുഴപ്പമില്ല, ഇതാ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തേലും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൂടി വെക്കുക. എൻ്റെ വർക്ക് ഏരിയയിലാണ് വെച്ചെടുക്കുന്നത്. ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും ഇങ്ങനെ പാത്രം. പിന്നെ ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിലും വേസ്റ്റ് ബക്കറ്റൊക്കെ വെച്ച് ചെയ്യാമെന്നൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ചെയ്തിട്ടൊക്കെ ഇതിങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എല്ലാ എൻ്റെ കൂട്ടുകാരും വേസ്റ്റ് പച്ചക്കറി വേസ്റ്റൊന്നും കളയാതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വളമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഈ വേസ്റ്റുകളൊക്കെ ഇതേപോലെ ശേഖരിച്ച് വെച്ച് ഇതേപോലത്തെ ബക്കറ്റൊക്കെ വാങ്ങി അതിലിട്ട് വെച്ച് പിന്നെ നമ്മളെ വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റാക്കി വളമാക്കി മാറ്റി ഒരു തൈ പച്ചക്കറിയോ തക്കാളിയോ ഒരു പച്ചമുളകിൻ്റെ തൈയോ ഒക്കെ നട്ട് വെച്ച് അതിൻ്റെ കടയിലൊക്കെ കൊണ്ടുപോയി ഇടുക. അപ്പോൾ നമുക്ക് നല്ല പച്ചക്കറി, വളമില്ലാത്ത പച്ചക്കറി കിട്ടുകയും ചെയ്യും, നമ്മളെ വീടും പരിസരവും വൃത്തിയാവുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഉപയോഗമുള്ളൊരു സാധനമാണിത്. അപ്പോൾ പിന്നെ ഈ വേസ്റ്റ് വെള്ളം വരുന്നെന്ന് പറഞ്ഞില്ലേ, അത് ഇതിനൊക്കെ ഇതാ ഹോളുണ്ട്, ഇതിൻ്റെ അടിയിലൊക്കെ ഹോളുണ്ട്. കണ്ടോ, ഈ ഹോളിൽ കൂടെ ഈ നമ്മളിട്ട വേസ്റ്റിൻ്റെ ലിക്വിഡാണ് ഇതിയേന വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ടോ, ഇതിയേന വരുന്നത് ഇതിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ. ഇത് നിറഞ്ഞ് ഇത് ഞാൻ കുറച്ചും കൂടി കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇത് എടുക്കും. ഇത് എടുത്തിട്ട് കുറച്ചും കൂടി കഴിയണം, ഒന്നും കൂടി നന്നായി പൊടിയട്ടച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇത് ഞാൻ വെയിലത്തിട്ടിട്ടൊന്ന് ഉണക്കും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ എടുക്കും. അപ്പോൾ ഇത് താഴെ വരും. ഇത് നിറഞ്ഞാൽ അതിൻ്റെ മേലെ ഇത് വരും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും.
എന്നിട്ട് ഇതൊന്ന് ഉണക്കിയിട്ട് ചാക്കിലാക്കി വെക്കും. അപ്പോൾ ഈ ലിക്വിഡ് ഇങ്ങനെയും നമുക്ക് വെള്ളമായിട്ട് കിട്ടും, ഇതൊരു കമ്പോസ്റ്റ് പൊടിയായിട്ടും കിട്ടും. നമ്മുടെ വേസ്റ്റ് ഒരിക്കലും പുറത്തിട്ട് നമ്മുടെ വീടും പരിസരവും പെരിച്ചാഴി എലിയൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യമൊന്നും ശരിയായില്ല, രണ്ടാമത്തെ ശരിയായതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ എല്ലാവരും. അസ്സലാമു അലൈക്കും.